മയ്യിത്ത് കുളിപ്പിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന കൂലിയാണ്. ഒരാൾ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല മയ്യിതൻ, ആരെങ്കിലും ഒരു മയ്യിത്ത് കുളിപ്പിച്ചു, ഫകതമ അലൈഹി, ആ മയ്യിത്തിന്റെ ന്യൂനത മറച്ചു വെക്കുകയും ചെയ്തു, ഗഫറല്ലാഹു ലഹു 40 മറ, 40 തവണ അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്ന പറഞ്ഞത്. ഇത് ഇമാം ഹാക്കിം റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുപോലെ തന്നെ ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സ്വഹീഹു തർഗീബിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഒരാൾ മയ്യിത്ത് കുളിപ്പിച്ചു, ആ മയ്യിത്തിൻ്റെ ന്യൂനത മറച്ചു വെക്കുകയും ചെയ്താൽ 40 തവണ അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്നതാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. മയ്യിത്തിൻ്റെ ന്യൂനത മറച്ചു വെക്കുക എന്നുള്ളത്. ഈ മയ്യിത്തിൻ്റെ ന്യൂനത 2 നിലക്കുണ്ടാകും. ഒന്ന് മയ്യിത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. ഒരാൾ മരിച്ച സമയത്ത് കുളിപ്പിക്കുന്ന ആളുകൾ കാണുന്നത് അയാളുടെ ഒരു ഇരുണ്ട മുഖമാണ്. അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. ആ മുഖം കാണുമ്പോൾ തന്നെ ഒരു ഭയം. അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ മുഖം കോടിയിട്ടുണ്ട്, ആ മയ്യത്ത് എന്തോ പേടിച്ച പോലെയാണ് കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്താ ചെയ്യുക, ചിലപ്പോൾ കുളിപ്പിക്കുന്ന ആളുകൾക്ക് തോന്നാം. ഇതൊക്കെ എന്താ വെച്ചാൽ മയ്യത്തിൻ്റെ ന്യൂനതയാണ്. മുഖം കറുത്തു, മുഖം ഇരുണ്ടു, ആ മയ്യത്തിൻ്റെ മുഖത്തൊരു വെളിച്ചമില്ല, അയാളിങ്ങനെ ആകെ പേടിച്ച് കിടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. ഇതൊക്കെ ആ മയ്യത്തിൻ്റെ ആ ഒരു ന്യൂനതയാണ്, ആ മയ്യത്തിനുള്ള അവസ്ഥയിലുള്ള ന്യൂനതയാണ്. രണ്ടാമത്തൊരു ന്യൂനത എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് മയ്യത്തിനുണ്ടാകുന്ന ന്യൂനതകളാണ്. എന്താപ്പോൾ ആ മയ്യത്തിൻ്റെ മുട്ടുംകാലം മുഴുവൻ ചൊറിഞ്ഞ് ആകെ ചീഞ്ഞ് കിടക്കുകയാണ്. അത് ആ ശരീരത്തിലുള്ളൊരു ന്യൂനതയാണ്. അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ ഒരു മറുക്, ആ മയ്യത്തിൻ്റെ ശരീരത്തിലുള്ള ഒരു അടയാളം, ഇതൊക്കെ അയാൾ വളരെ രഹസ്യമായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് വന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം അയാളുടെ ശരീരത്തിൽ അവിടെ പാടുണ്ട്, ഇവിടെ പാടുണ്ട്, ഇവിടെ അടയാളമുണ്ട്, അവിടെ ചൊറിയാണ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തു വന്ന് പറയാൻ പാടില്ല. നിർബന്ധമായിട്ടും ആ മയ്യത്തിൻ്റെ ന്യൂനത നമ്മൾ മറച്ചു വെക്കുക തന്നെ ചെയ്യണം. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുകയും ന്യൂനത മറച്ചു വെക്കുകയും ചെയ്തവർക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കൂലി കിട്ടുക. എന്നാൽ നല്ല കാര്യമാണെങ്കിലോ, മയ്യത്തിന് നല്ലൊരു കാര്യമാണ് കണ്ടത് എങ്കിൽ അത് പരസ്യപ്പെടുത്തുന്നത് എന്തില്ല, തെറ്റില്ല, അത് നല്ല കാര്യമാണ്. ഇപ്പം നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിൻ്റെ മുഖം പ്രകാശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാം, ആ മയ്യത്ത് ഇങ്ങനെ ചിരിച്ച് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണ്, അയാളുടെ മുഖത്തൊരു വെളിച്ചമുണ്ടായിരുന്നു, അതൊക്കെ നല്ലൊരു അടയാളമാണ്. അതെന്താ നമുക്ക് പുറത്തു നിന്നിട്ട് ആളുകളോട് പറയാം. ഒന്നത് ആ മയ്യത്തിനെ പുകഴ്ത്തി പറയലാണ്, അത് വേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു സംഗതി, അത് ബാക്കിയുള്ളവർക്കും കൂടിയുള്ളൊരു പ്രോത്സാഹനമാണ്. നല്ല നിലക്കൊക്കെ ജീവിച്ച ഒരാളാണ്, 5 നേരം പള്ളി വന്നിട്ട് നിസ്കരിച്ചു, ദീനീ രംഗത്തൊക്കെ സജീവമായിരുന്നു, ദാവാ രംഗത്ത് മൂപ്പര് ഉഷാറായിരുന്നു, അങ്ങനത്തെ ഒരാളാണ് മരിച്ചത്. അപ്പോൾ മൂപ്പരെ മുഖത്താണ് ഈ അടയാളങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടിയുള്ള ഒരു പ്രോത്സാഹനമാണ്, മൂപ്പരെ പോലെ ജീവിക്കാനും അതുപോലെ നന്മകളിൽ മുന്നേറാനൊക്കെ ഉള്ള ഒരു പ്രേരണയാണ്. അപ്പോൾ നല്ല കാര്യങ്ങളാണ് കണ്ടത് എങ്കിൽ പുറത്തു പറയാം, അതല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ അത് പുറത്തു പറയാൻ പാടില്ല എന്നതാണ്. ഇവിടെയൊക്കെ നമ്മുടെ ദീൻ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് എത്രത്തോളം വില കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാലും ഒരാളുടെ അഭിമാനത്തിന് എന്തുണ്ട്, വിലയുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല. അപ്പം മരിച്ചവർക്ക് അത്ര വിലയുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് എത്ര വിലയുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.